ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4th പാർട്ടാണ്. പാർട്ട് 1, 2, 3 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്ത കുട്ടികളാണെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ 4th പാർട്ടിലേക്ക് വരാൻ. ഇന്ന് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം തൊട്ടിട്ടാണ് എടുക്കുന്നത്. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലെ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസസിനെ ഒഴുക്കി വിടുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഓടകളൊക്കെ ആയിട്ടില്ലേ? ഓടകളൊക്കെ എന്താണ്? ഡ്രെയിനേജ് സിസ്റ്റമാണ്. അത് ഓവിറ്റാലുകൾ, അത് എന്താ, വെള്ളത്തിനെ നമ്മൾ അത് വേണ്ടാത്ത സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒഴുക്കി വിടാം. അപ്പം ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് റിവേഴ്സിന്, അതുപോലെ വാട്ടർ ബോഡീസിനൊക്കെയാണ്. അപ്പം ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലെ ഡ്രെയിനേജ് സിസ്റ്റം അവിടുത്തെ റിവേഴ്സ് ആയിരിക്കും അല്ലേ? അവിടെ എങ്ങനെയാണ് ലിക്വിഡ് ഫ്ലോൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് നോക്കാം. ഡ്രെയിനേജ് സിസ്റ്റം ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര along with the tributaries create the Himalaya drainage system. അപ്പോൾ ഈ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഈ 3 റിവേഴ്സും അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ് ഈ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവരാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണത്. ഈ എല്ലാ സ്ഥലത്തേക്കും ഈ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു റിവേഴ്സാണ്. ദീസ് റിവേഴ്സ് ആർ റെയിൻ ഫെഡ് ആൻഡ് സ്നോ ഫെഡ്, സോ ദേ ആർ പെരിനിയൽ ത്രൂ ഔട്ട് ദ ഇയർ. ഇവിടെ 3 വേർഡ്സാണ് നമുക്ക് അറിയാത്തത്: റെയിൻ ഫെഡ്, സ്നോ ഫെഡ്, അതുപോലെ പെരിനിയൽ. അപ്പോൾ ഈ റെയിൻ ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മഴേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിലുള്ള വെള്ളം ലഭിക്കുന്നത്. അപ്പം മഴക്കാലത്ത് വെള്ളം ലഭിക്കുന്നതിനാണ് ഈ റെയിൻ ഫെഡ് റിവേഴ്സ് എന്ന് പറയാം. അപ്പം മഴയിലൂടെ വെള്ളം ലഭിക്കുന്നതിന് റെയിൻ ഫെഡ് എന്ന് പറയും. ഇനി സ്നോ ഫെഡ് എന്ന് പറയുന്നത് സ്നോയിലൂടെ വാട്ടർ ലഭിക്കുന്നതിനാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലേഷ്യേഴ്സ് അവിടെയുള്ള ഐസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ റിവേഴ്സിലേക്ക് എത്തുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഈ സ്നോ ഫെഡ് എന്ന് പറയണത്. സ്നോ മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന റിവേഴ്സ്, അതാണ് സ്നോ ഫെഡ് റിവർ എന്ന് പറയുന്നത്. അപ്പം ഈ റിവേഴ്സ് റെയിൻ ഫെഡും ആണ്, സ്നോ ഫെഡും ആണ്. അതുകൊണ്ട് പെരിനിയൽ ത്രൂ ഔട്ട് ദ ഇയർ. പെരിനിയൽ എന്ന് പറഞ്ഞാൽ വാട്ടർ റിച്ച് ആണ്. ത്രൂ ഔട്ട് ദ ഇയർ, ഒരു വർഷം മുഴുവൻ ഇവർ വാട്ടർ റിച്ച് ആയിരിക്കും. മഴക്കാലത്ത് മഴയിൽ നിന്ന് അവർക്ക് കിട്ടും. വേനൽക്കാലം ആയാൽ എന്താ, ഈ സ്നോ ഉരുകിയിട്ട് അവിടേക്ക് വെള്ളം കിട്ടും. അപ്പം ത്രൂ ഔട്ട് ദ ഇയർ അവർക്ക് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ കിട്ടും. ഫ്ലഡ് ആൻഡ് ചാനൽ ഡീവിയേഷൻ ആർ കോമൺ ഇൻ ദ പ്ലെയിൻസ്. ഇതുകൊണ്ട് ഈ ഫ്ലഡ്, അതുപോലെ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രളയം. അതുപോലെ ചാനൽ ഡീവിയേഷൻ, ദിശ മാറി ഒഴുകുക. ചാനൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ദിശ മാറി ഒഴുകുക. അപ്പം ഫ്ലഡും അത്രയും എന്താ പറയുക, വെള്ളം കൂടുന്ന സമയത്ത് അതിൻ്റെ ദിശ മാറും. ഓക്കെ, അപ്പം ഫ്ലഡും ചാനൽ ഡീവിയേഷൻ ആർ കോമൺ ഇൻ ദ പ്ലെയിൻസ്. ഈ പ്ലെയിൻസിൽ ഇത് കോമൺ ആണ്. ദീസ് റിവേഴ്സ് ക്രിയേറ്റ് ലാൻഡ് ഫോം സച്ച് ആസ് V-shaped valley, ഗോൾജസ് ആൻഡ് വാട്ടർഫോൾസ്. അപ്പം ഈ റിവേഴ്സ് എന്തൊക്കെ ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാക്കുന്നത്? V-shaped വാലി, ഗോൾജസും പിന്നെ വാട്ടർഫോളും ഇതുപോലുള്ള ലാൻഡ് ഫോംസ് ഒക്കെ ഇവരുണ്ടാക്കുന്നുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്: ദ ഹിമാലയൻ റിവേഴ്സ് ആർ ഫ്ലഡ് പ്രോൺ ഈവൻ ഡ്യൂറിങ് സമ്മർ, വൈ? അപ്പം എന്താ ചോദ്യം? ഈ ഹിമാലയൻ റിവേഴ്സ് സമ്മർ സീസണിലും ഫ്ലഡ് പ്രോൺ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ പ്രളയം
വെള്ളപ്പൊക്കം വരാൻ വളരെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഫ്ലഡ് പ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഹിമാലയൻ റിവേഴ്സ് ഫ്ലഡ് പ്രോൺ ആണ് ഈവൻ ഡ്യൂറിങ് സമ്മർ. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 2 പോയിന്റ് നമ്മൾ എഴുതാം. ദ ഹിമാലയൻ റിവേഴ്സ് ആർ സ്നോ ഫെഡ്. അപ്പോൾ ഈ ഹിമാലയൻ റിവേഴ്സ് സ്നോ ഫെഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐസ് ഉരുകിയിട്ട് ഈ സ്നോ ഉരുകിയിട്ട് ഇതിന് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെന്താ നമ്മൾ എഴുതാം, ഇൻ സമ്മർ ദ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് ഗെറ്റ് മെൽറ്റ് ആൻഡ് പ്രൊവൈഡ് എക്സ്ട്രീം വാട്ടർ ഫ്ലോ ടു ദ റിവർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ്, സമ്മറിൽ ഈ ഹിമാലയത്തിലെ ഗ്ലേഷ്യേഴ്സ്, നമുക്കറിയാം ഈ മഞ്ഞ് കട്ടകളുള്ള സ്ഥലങ്ങളെയാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇത് ഗെറ്റ് മെൽറ്റ്സ്, ഹിമാലയയിലെ ഈ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവും ആൻഡ് പ്രൊവൈഡ് എക്സ്ട്രീം വാട്ടർ ഫ്ലോ ടു ദ റിവർ. അപ്പം ഈ റിവറിന് എക്സ്ട്രീമായിട്ട് വാട്ടർ ഫ്ലോ തന്നെ കൊടുക്കും. ഇതുകൊണ്ടാണ് അത് സമ്മറിലും ഫ്ലഡ് പ്രോണായി നിൽക്കുന്നത്. ഇനി ഹിമാലയത്തിലെ കുറച്ച് റീജിയൻസും അതുപോലെ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ആണ് പറയണത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. നോർത്ത് വെസ്റ്റ് ഹിമാലയ, അവിടെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്? റിവർ ഇൻഡസ്. അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ബൊക്കാരോ ഗ്ലേഷ്യർ. അപ്പം ബൊക്കാരോ ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം നോർത്ത് വെസ്റ്റ് ഹിമാലയയിലെ. ഇനി ഉത്തരാഖണ്ഡ് ആൻഡ് നേപ്പാളിലുള്ള റീജിയൻസിൽ മെയിൻ ഡ്രെയിനേജ് സിസ്റ്റം ഏതാണ്? റിവർ ഗംഗ. ഈ ഗംഗ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് കൊടുക്കണം. ഇത് ഞാനിവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പം ക്യാപിറ്റൽ ലെറ്റർ ജി കൊടുക്കാൻ കൊടുത്ത് വേണം ഗംഗ എന്ന് എഴുതാൻ. അപ്പം റിവർ ഗംഗ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ഗംഗ, അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള യമുന, കോസി ഡാൻഡ എക്സെട്ര, ഈ അതുപോലെയുള്ള ട്രിബ്യൂട്ടറീസ്, ഇവരാണ് ഉത്തരാഖണ്ഡിലെയും നേപ്പാളിലെയും ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഇനി ഈസ്റ്റേൺ ഹിമാലയയിലെ ഡ്രെയിനേജ് സിസ്റ്റം റിവർ ബ്രഹ്മപുത്രയാണ്. എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചെമയോങ് ഡങ് ഗ്ലേഷ്യർ. ചെമയോങ് ഡങ് ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ്, ഇവരാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഇനി നമുക്ക് അവിടുത്തെ സോയിലിനെ കുറിച്ച് പറയാം. ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻസിലെ സോയിലിനെ കുറിച്ചാണ് പറയുന്നത്. ദ മൗണ്ടെയിൻ സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ ആർ കോമൺലി സീൻ ഇൻ ഹിമാലയൻ ടെറൈൻ. അപ്പം ഹിമാലയ ടെറൈൻസിൽ, ടെറൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭൂപ്രദേശം എന്നാണ് അർത്ഥം. അപ്പം ഹിമാലയൻ ടെറൈൻസിൽ ഈ മൗണ്ടെയിൻ സോയിലും അതുപോലെ ഫോറസ്റ്റ് സോയിലും രണ്ടും കാണാൻ സാധിക്കും. ദ സോയിൽ ടെക്സ്ചർ ആൻഡ് പാർട്ടിക്കിൾ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ മൗണ്ടെയിൻ എൻവയോൺമെൻറ്റ്. അപ്പം എന്തൊക്കെയാണ്? സോയിൽ ടെക്സ്ചറും അതുപോലെ പാർട്ടിക്കിൾ സൈസും, അതാണ് ഇവിടുത്തെ മൗണ്ടെയിൻ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി വാലീസിൽ എങ്ങനെയുള്ള സോയിലാണ് കാണുന്നത്? ഫൈൻ ഗ്രെയിൻഡ് സോയിൽ വിത്ത് ഹൈ ഹ്യൂമസ് കണ്ടൻറ്റ്. അപ്പം ഫൈനായിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് ആണ്, നല്ല തരി പോലെയുള്ള സോയിലാണ് ഉള്ളത്. അതുപോലെ എന്താ, വിത്ത് ഹൈ ഹ്യൂമസ് കണ്ടൻറ്റ്. ഹ്യൂമസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ്സും അതുപോലെ ആനിമൽസൊക്കെ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഡീക്കേ ചെയ്തിട്ട് നല്ലൊരു ഓർഗാനിക് കണ്ടൻ്റ് ഉള്ള ഒരു ഡാർക്ക് കളറിലുള്ള ഒരു സോയിലായി മാറും. അതിനാണ് നല്ല ഹ്യൂമസ് കണ്ടൻ്റ് ഉള്ള സോയിൽ എന്ന് പറയുക. അപ്പം ഫൈൻ ഗ്രെയിൻഡ് സോയിൽ വിത്ത് ഹ്യൂമസ് കണ്ടൻ്റ് ആണ് വാലീസിലുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കടക്കുമ്പോൾ, ഹൈ സ്ലോപ്സിലേക്ക് കടക്കുമ്പോൾ എന്താണ്? കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ വിത്ത് ലോ ഹ്യൂമസ് കണ്ടൻറ്റ്. അപ്പോൾ ഈ ഹൈ സ്ലോപ്സിൽ എന്താണ്? കുറച്ച് ഫൈനായിട്ടുള്ളതല്ല, കുറച്ച് പരിപരിക്കനായിട്ടുള്ള ഗ്രെയിൻസ്, അത് അങ്ങനെയുള്ള ഗ്രെയിൻസ് ആയിട്ടുള്ള സോയിൽ വിത്ത് ലോ ഹ്യൂമസ് കണ്ടൻറ്റ്. അവിടെ അധികം ഹ്യൂമസ് കണ്ടൻറ്റ് ഉണ്ടാവില്ല. അലൂവിയൽ ഡെപ്പോസിഷൻ ഈസ് മെയിൻലി സീൻ ഇൻ ദ വാലീസ്. അപ്പോൾ ഈ അലൂവിയൽ ഡെപ്പോസിഷൻ
എവിടെയാണ് കാണുന്നത്? വാലീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ അലൂവിയൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ റിവേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ഈ റിവേഴ്സ് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സോയിൽ ഡെപ്പോസിഷൻസ് നടത്തും. ഇതിനെയാണ് അലൂവിയൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു സോയിലിനാണ് നമ്മൾ അലൂവിയൽ സോയിൽ എന്ന് പറയുക. അപ്പം അലൂവിയൽ ഡെപ്പോസിഷൻ ഈസ് മെയിൻലി സീൻ ഇൻ ദ വാലീസ്. അപ്പം അത്രയും മനസ്സിലാക്കുക. എവിടെയാണ് അലൂവിയൽ ഡെപ്പോസിഷൻ ഉണ്ടാവുക? വാലീസിലാണ് കാണാറ്. കാരണം വാലീസിലൂടെയാണ് കൂടുതലും റിവേഴ്സ് അല്ലെ ഫ്ലോ ചെയ്യണത്. ഈ മൗണ്ടെയിൻ സ്ലോപ്സിലൂടെയുള്ള റിവേഴ്സ് ആണെങ്കിലും അത് എങ്ങനെ താഴെ എത്തിയിട്ടെല്ലാം അവിടേക്കല്ലേ ഡെപ്പോസിറ്റ് ചെയ്യുക. അലൂവിയൽ ഡെപ്പോസിഷൻ വാലീസിലാണ്, അത് മനസ്സിലാക്കുക. വാലീസിലാണ് അലൂവിയൽ ഡെപ്പോസിഷൻ ഉണ്ടാവുക. ഇനി കാരിവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലേഷ്യൽ സെഡിമെൻറ്റ്സ് ഡെപ്പോസിഷൻ ഇൻ കശ്മീർ വാലി. അപ്പോൾ ഈ കശ്മീർ വാലീസിൽ ഉണ്ടാകുന്ന ഈ ഗ്ലേഷ്യൽ സെഡിമെൻറ്റ്സ്, അലൂവിയൽ ഡെപ്പോസിഷൻ പോലെയുള്ള ഗ്ലേഷ്യൽ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ, ഈ ഗ്ലേഷ്യർസ് മെൽറ്റ് ചെയ്തിങ്ങനെ വരും, ഒലിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ കൂടെ വരുന്ന ഈ സോയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് ഗ്ലേഷ്യൽ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ. അപ്പോൾ കശ്മീർ വാലിയിൽ ഉണ്ടാകുന്ന ഈ ഗ്ലേഷ്യൽ സെഡിമെൻറ്റ് ഡെപ്പോസിഷനെയാണ് കാരിവാസ് എന്ന് പറയുന്നത്. ദ ഹ്യൂമസ് റിച്ച് ഫൈൻ സോയിൽ ഈസ് ഐഡിയൽ ഫോർ സാഫ്രോൺ കൾട്ടിവേഷൻ. അപ്പോൾ ഈ ഹ്യൂമസ് റിച്ച് ആയിട്ടുള്ള ഈ ഫൈൻ സോയിൽ, ഈ വാലീസിൽ കാണുന്ന ഈ ഫൈൻ സോയിൽ സാഫ്രോൺ കൾട്ടിവേഷന് ബെസ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം കശ്മീർ വാലീസിലൊക്കെ സാഫ്രോൺ കൾട്ടിവേഷൻ നല്ലതുപോലെ കാണുമെന്ന് നമുക്കറിയാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഒക്കറൻസ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദ വാലി ബിറ്റ്വീൻ ദ മൗണ്ടെയിൻ റേഞ്ചസ്? അപ്പം ഇവിടെ എന്താ ചോദ്യം? അലൂവിയൽ സോയിൽ ഈ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ വാലികൾക്ക് ഇടയിൽ ഉണ്ടാവാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ നമുക്ക് എഴുതാം? അലൂവിയൽ സോയിൽ ഈസ് ഫോംഡ് ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് വാട്ടർ ഫ്ലോ ഓഫ് റിവേഴ്സ്. അപ്പോൾ അലൂവിയൽ സോയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ റിവേഴ്സിൻ്റെ വാട്ടർ ഫ്ലോ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം അതിൻ്റെ കൂടെ കുറച്ച് സോയിലൊക്കെ ഒലിച്ചു വരും അല്ലേ? അപ്പോൾ അത് ഡെപ്പോസിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ അലൂവിയൽ സോയിൽ, അങ്ങനെയാണ് അലൂവിയൽ സോയിൽ ഉണ്ടാവുന്നത്. ദ റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ മൗണ്ടെയിൻ റേഞ്ചസ് ഫോം അലൂവിയൽ സോയിൽ ഓൺ ദ വാലി ഓഫ് ഇറ്റ്. അപ്പോൾ ഈ മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് അതെന്താണ്? ഈ അലൂവിയൽ സോയിൽ വാലീസിൽ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി നമ്മൾ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ അവിടെയുള്ള നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഈ പ്ലാന്റ്സ്, അതുപോലെ ട്രീസ്, അതുപോലെയുള്ള കാര്യങ്ങളെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുക. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ഹിമാലയൻ ടെറൈൻ ഡിപ്പെൻഡ്സ് ഓൺ എലവേഷൻ, ടോപ്പോഗ്രഫി, സോയിൽ ടൈപ്പ്, ക്ലൈമറ്റ് ഓഫ് ദ റീജിയൻ. അപ്പം അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എലവേഷൻ, നീളം, അതുപോലെ ടോപ്പോഗ്രഫി, അവിടുത്തെ ജിയോഗ്രഫി, പിന്നെ സോയിൽ ടൈപ്പ്, അവിടുത്തെ മണ്ണിൻ്റെ ഒരു ടെക്സ്ചർ, പിന്നെ എന്താണ് ക്ലൈമറ്റ്, അവിടുത്തെ കാലാവസ്ഥേനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദേ റിസീവ് ആൻ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓഫ് എബൌട്ട് 200 സെൻറ്റിമീറ്റർ. അപ്പോൾ വർഷത്തിൽ ഒരു ആവറേജ് 200 സെൻറ്റിമീറ്റർ എങ്കിലും അവിടെ മഴ ലഭിക്കുന്നുണ്ട്. ഇനി ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഹിൽസ്. എവർഗ്രീൻ ആയിട്ടുള്ള ഏത് കാലത്തും ഇങ്ങനെ പൂത്തു നിൽക്കുന്ന വെജിറ്റേഷൻസ് അതെവിടെയാണ്? ഈസ്റ്റേൺ ഹിമാലയാസിലും നോർത്ത് ഈസ്റ്റ് ഹിൽസിലും കാണാൻ സാധിക്കും. ബട്ട് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് വെജിറ്റേഷൻ ടൈപ്പ് ഓഫ് കോൾഡ് ക്ലൈമറ്റ് സച്ച് ആസ് ടുൻഡ്ര ക്യാൻ ബി ഫൗണ്ട് ഹിയർ. അപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്കറിയാം ഹൈറ്റ് കൂടുന്നവർ എന്താ തണുപ്പ് കൂടും, കോൾഡ് ക്ലൈമറ്റ് ആവും. അപ്പം ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ കോൾഡ് ക്ലൈമറ്റ് വെജിറ്റേഷൻ ടൈപ്പായിട്ടുള്ള തുന്ദ്ര പോലെയുള്ള
ജിയോഗ്രാഫിക്കൽ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള തുന്ദ്ര പോലുള്ള ജിയോഗ്രാഫിക്കൽ പാർട്ട് നമുക്കവിടെ കാണാം. സെമി എവർഗ്രീൻ ആൻഡ് ഡെസിഡ്രസ് ഫോറസ്റ്റ് ആർ സീൻ ഇൻ വാലീസ് ആൻഡ് ലോവർ മൗണ്ടെയിൻ സ്ലോപ്സ്. ഇപ്പം സെമി എവർഗ്രീൻ അതായത് അത്ര എവർഗ്രീൻ അല്ലാത്ത, അതുപോലെ ഡെസിഡ്വസ് ഫോറസ്റ്റ്. ഡെസിഡ്വസ് എന്ന് പറഞ്ഞാൽ ഈ ഇല പൊഴിയുന്ന മരങ്ങളുള്ള ഫോറസ്റ്റ്. ഈ ഓട്ടം സീസണിലൊക്കെ ഇല പൊഴിയുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല. അങ്ങനെയുള്ള നല്ലോണം ഇല പൊഴിയുന്ന മരങ്ങൾ കൂടുതലുള്ള ഫോറസ്റ്റിലാണ് ഡെസിഡ്വസ് എന്ന് പറയുന്നത്. അപ്പം സെമി എവർഗ്രീൻ അതുപോലെ ഡെസിഡ്വസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ ഈ വാലീസിലും അതുപോലെ ലോവർ മൗണ്ടെയിൻ സ്ലോപ്സിലും കാണാൻ കഴിയും. മോയിസ്റ്റ് ഡെസിഡ്വസ് ഫോറസ്റ്റ് ആർ സീൻ അറ്റ് ആൾട്ടിറ്റ്യൂഡ്സ് റേഞ്ചിങ് ഫ്രം 1000 to 2000 മീറ്റർ. അപ്പം മോയിസ്റ്റ് ഡെസിഡ്വസ് ഫോറസ്റ്റ് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് റേഞ്ച്, അതായത് 1000 to 2000 മീറ്റർ ഹൈറ്റ് വരുന്ന, അത്രയും ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് ഈ മോയിസ്റ്റ് ഡെസിഡ്വസ് ഫോറസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കോർണിഫറസ് ട്രീസ് സച്ച് ആർ പൈൻ ആൻഡ് ഡിയോഡർ ഗ്രോ മോർ അലോങ് ദി മൗണ്ടെയിൻ സ്ലോപ്പ്. അപ്പം കോർണിഫറസ് ട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെയുള്ള കോൺ ഷേപ്പിൽ വരുന്ന ട്രീസിനെയാണ് കോർണിഫറസ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പൈൻ ട്രീസും ഡിയോഡർ ട്രീ ഒക്കെ ഗ്രോ ചെയ്യണത് ഈ മൗണ്ടെയിൻ സ്ലോപ്സിലാണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യണത്. shrubs such as junipers and rhododendrons grow at high altitude. അപ്പം ഈ shrubs ആയിട്ടുള്ള കുറ്റിച്ചെടികളായിട്ടുള്ള ജൂനിപ്പർ അതുപോലെ റോഡോഡെൻഡ്രോൺ ഇങ്ങനെയുള്ള കുറ്റിച്ചെടികൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് കാണാം. ആൽപൈൻ മിഡോസ് ആർ സീൻ ഇൻ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ്സ്. ഈ ആൽപൈൻ മിഡോസ് നമ്മൾ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആൽപൈൻ മിഡോസ് എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പുൽമേടുകൾ നമുക്ക് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ കാണാം. ഇനി അടുത്ത വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് ഹാബിറ്റൻസ് ഓഫ് ഹിമാലയൻ റീജിയൻസ് ഏതൊക്കെയാണ്? യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺഡ് റൈനോസേഴ്സ്, സ്നോ ലെപ്പേർഡ്. അപ്പം ഈ ഹിമാലയൻ റീജിയൻസിലെ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുക. അപ്പോൾ ഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഹിമാലയൻ റീജിയൻസിലുള്ള ജീവിക്കുന്ന ആളുകളെയാണ് ഹാബിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം വൈൽഡ് ലൈഫ് ആയിട്ടുള്ള ഹാബിറ്റൻസ് ആരൊക്കെയാണ്? യാക്ക് എക്സാമ്പിളാണ് യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺഡ് റൈനോസേഴ്സ് ആൻഡ് സ്നോ ലെപ്പേർഡ്. ഇനി ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അത്. അപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണുള്ളത്? ബയോസ്ഫിയർ റിസർവ്സും നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ ഉണ്ട്. ഇനി അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഈസ് സ്പേഴ്സ് ഇൻ മൗണ്ടെയിൻ റീജിയൻ ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് ഇറ്റ്സ് ടെറൈൻ. അപ്പം അവിടുത്തെ ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻസിൽ അഗ്രികൾച്ചർ കൃഷി കുറച്ച് എന്താ പറയുക സ്പേഴ്സാണ്, കുറച്ച് വിരളമാണ്, അധികം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? അവിടെ ടെറൈനിലുള്ള ലിമിറ്റേഷൻ കൊണ്ട്, അതായത് അതൊരു കുന്നുപോലെയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക? അധികം അവിടെ ഭൂമി കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് അവിടെ അഗ്രികൾച്ചർ വളരെ കുറവാണ്. ഇനി എലവേഷൻ, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇമ്മച്വർ സോയിൽ, ലോ ടെമ്പറേച്ചർ, ഈ കാര്യങ്ങളൊക്കെ ഈ അവിടുത്തെ ഈ ഒരു അഗ്രികൾച്ചറിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? എലവേഷൻ, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇമ്മച്വർ സോയിൽ, ലോ ടെമ്പറേച്ചർ. ഈ സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ
കുത്തനെയുള്ള സ്ലോപ്പുകൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അധികം കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം വേണം നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ ദ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റീസ് എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പം എന്നാലും ഇവിടെയുള്ള ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട്. ദേ ടെറേസ് the mountain slopes to cultivate suitable crops like paddy, legumes, potato during rainy season and wheat, temperate fruit crops during spring season. അപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്താ ചെയ്യുന്നത്, ഈ മൗണ്ടെയിൻ സ്ലോപ്സിനെ ടെറേസ് ചെയ്യും. അത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്യും, ടെറേസ് ചെയ്യും. എന്തിനു വേണ്ടി? കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുക? റെയിനി സീസണിൽ അവർ പാഡി, നെല്ല് കൾട്ടിവേറ്റ് ചെയ്യും. ലെഗ്യൂംസ്, ഈ പയർ വർഗ്ഗങ്ങൾ, പിന്നെ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങൊക്കെ അവർ റെയിനി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യും. അതുപോലെ വീറ്റ്, ഗോതമ്പും ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സും ടെമ്പറേറ്റ് ആയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ക്രോപ്സ്, അതിനാണ് ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീറ്റും ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സും സ്പ്രിംഗ് സീസണിലും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഈ മൗണ്ടെയിൻ സ്ലോപ്സിനെ അവർ ടെറേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യണത്. Tea is the major crop along mountain slopes and valley of eastern Himalaya, especially Assam, Darjeeling region. അപ്പോൾ ഈ ടീ എന്ന് പറയുന്നത് മൗണ്ടെയിൻ സ്ലോപ്സിൻ്റെ അലോങ് ആയിട്ട് അതുപോലെ വാലീസിലൊക്കെ ആയിട്ട് ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ എസ്പെഷ്യലി ആസാം അതുപോലെ ഡാർജിലിംഗ് റീജിയൻസിൽ ഈ ടീ കൾട്ടിവേഷൻ ഒരു മേജർ ക്രോപ്പാണ്. ഈ ടീ ഒരു മേജർ ക്രോപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സെൻട്രൽ ഹിമാലയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ട്രൈബൽ പോപ്പുലേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് ഹിൽസ് ഫോളോ ട്രഡീഷണൽ പ്രാക്ടീസസ് ലൈക്ക് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പോൾ ഇവിടുത്തെ ട്രൈബൽ പോപ്പുലേഷൻ, ഇവിടുത്തെ നോർത്ത് ഈസ്റ്റ് ഹിൽസിലുള്ള ആദിവാസി സമൂഹങ്ങളുടെ അവർ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ പ്രാക്ടീസാണ്, ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇനി ആനിമൽ റിയറിങ്. ആനിമൽ റിയറിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മൃഗങ്ങളുടെ പരിപാലനത്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആനിമൽ റിയറിങ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ഹിമാലയൻ മൗണ്ടെയിൻ ഡ്വല്ലേഴ്സ്. അപ്പം ഈ ആനിമൽ റിയറിങ് എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയൻ മൗണ്ടെയിൻസിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു മെയിൻ ജോലിയാണ് ഈ ആനിമൽ റിയറിങ്. ഗോട്ട് ആൻഡ് കാറ്റിൽ ആർ കെപ്റ്റ് ഇൻ വാലീസ്. ആടുകളും അതുപോലെ കന്നുകാലികളൊക്കെ എവിടെയാണ്? വാലീസിലാണ് അവരെ വെക്കൽ. ഇനി ഷീപ്സ് ആൻഡ് ഹോഴ്സസ് ആർ കെപ്റ്റ് ഇൻ മൗണ്ടെയിൻ സ്ലോപ്സ്. അപ്പം ഈ കുറച്ചും കൂടി തണുപ്പൊക്കെ സഹിക്കാൻ പറ്റുന്ന മൃഗങ്ങളായിട്ടുള്ള ഷീപ്പും അതുപോലെ കുതിര, ഇവരൊക്കെ എവിടെയാണ്? മൗണ്ടെയിൻ സ്ലോപ്സിലാണ് വളർത്താറ്. ആർ എക്സ്ട്രീം കോൾഡ് റീജിയൻസ് എസ്പെഷ്യലി ദാറ്റ് ക്യാൻ റെസിസ്റ്റ് സിവിയർ കോൾഡ് സച്ച് ആസ് യാക്ക് ആർ റിയേർഡ്. അപ്പം എക്സ്ട്രീം കോൾഡ് റീജിയനിലൊക്കെ ഈ നല്ല തണുപ്പ് സഹിക്കാൻ പറ്റുന്ന സ്പീഷീസ് ആയിട്ടുള്ള യാക്ക് പോലെയുള്ള സ്പീഷീസിനെയൊക്കെ അവിടെയാണ് വളർത്തൽ. ബുജാസ് ആർ ഷിപ്പ് ട്രൈബ്സ് live in mountain meadows of western Himalaya. അപ്പോൾ ഗുജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനി നമ്മൾ ഹിമാലയൻ മൗണ്ടെയിൻസിലെ ടൂറിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് 3 ഫേസായിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് ഫേസ് എന്താണ്? സെവറൽ പിൽഗ്രിം സെൻറ്റേഴ്സ് ആർ ദെയർ ലൈക്ക് കൈലാസ്, മാനസരോവർ, അമർനാഥ്, ഹേമാകുണ്ട് സാഹിബ്. അപ്പം ഫസ്റ്റ് ഫേസിൽ നമുക്ക് പറയാം ഇവിടെ സെവറൽ പിൽഗ്രിം സെൻറ്റേഴ്സ് ആർ ദെയർ. അങ്ങനെ പറഞ്ഞാൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്
എന്തൊക്കെയാണ്? കൈലാസ്, മാനസരോവർ, അമർനാഥ്, ഹേമാകുണ്ട് സാഹിബ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പിൽഗ്രിം സെൻറ്റേഴ്സ്. ഇനി സെക്കൻഡ് ഫേസിൽ എന്താ? ബ്രിട്ടീഷ് ഐഡൻറ്റിഫൈഡ് ദ ഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് ദീസ് ഏരിയ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടുത്തെ ഫേവറബിൾ കണ്ടീഷൻ, ടൂറിസത്തിനുള്ള ഫേവറബിൾ കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ദ റിസോർട്ട് ടൗൺസ് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഘട്ട്, മുസൂരി, നൈനിതാൽ, ഇതേപോലെയുള്ള റിസോർട്ട് ടൗൺസ് അത് എന്താ ഇവരൊക്കെ ഈ റിസോർട്ട് ടൗൺസൊക്കെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സാണ്. ഇനി തേർഡ് സ്റ്റേജ് പറയുകയാണെങ്കിൽ ദ തേർഡ് സ്റ്റേജ് ബിഗൻ ഷെർപ്പ, ടെൻസിംഗ് നോർഗായ് ആൻഡ് എഡ്മണ്ട് ഹിലാരി കോൺകേർഡ് മൗണ്ട് എവറസ്റ്റ് ഓൺ 29 May 1953. അപ്പം എന്താ തേർഡ് സ്റ്റേജ് എപ്പോഴാണ് ആരംഭിച്ചത്? ഈ ഷെർപ്പ, ടെൻസിംഗ് നോർഗായും അതുപോലെ എഡ്മണ്ട് ഹിലാരിയും മൗണ്ട് എവറസ്റ്റ് 1953 May 29 മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയപ്പോഴാണ് തേർഡ് സ്റ്റേജ് ബിഗിൻ ചെയ്തത് ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.